ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എനിക്ക് എങ്ങനെയാണ് ഈ റോസയുടെ കമ്പ് എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളൊരു കഥയാണ്. ഞാനാണെങ്കിൽ ഒരു സ്ഥലത്ത് പോസ്റ്റ് വുമണായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു വീട്ടിൽ നിറയെ റോസാപ്പൂക്കൾ ഇങ്ങനെ എന്നും ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാം. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ ആൻറ്റിയുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഈ റോസയുടെ ഒരു കമ്പ് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇപ്പം തരാൻ പറ്റത്തില്ല, മഴയാകുമ്പോഴത്തേക്കിന് കമ്പ് കിട്ടും, ആ സമയത്തേക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെപ്പാടെ ഒരു കൊല്ലമാണ് പോസ്റ്റ് വുമണായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഞാനാണെങ്കിൽ ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു നോട്ടീസ് പീരീഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു നോട്ടീസ് പീരീഡ് ഇങ്ങനെ തീരാറായി. അതിൻ്റെ ലാസ്റ്റ് 2 ദിവസം, ആ ലാസ്റ്റ് ഡേ ആണ് എനിക്കാണെങ്കിൽ ആൻറ്റി ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, മോളന്ന് എൻ്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നോ കമ്പ് റോസയുടെ, എനിക്കത് തരാനിട്ട് ഭയങ്കര വിഷമമായി, ഞാൻ മോളെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കമ്പ് തരാനെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയ കമ്പാണ് ഈ റോസച്ചെടിയുടെ. എന്നിട്ട് ഞാൻ ഈ കമ്പ് കൊണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഡൂക്കിനൊരു കുഴപ്പമുണ്ട്. ഡൂക്ക് ഞാൻ എവിടെ പോയിട്ട് വന്നാലും ഡൂക്കിന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ ഡൂക്കിന് കളിപ്പാട്ടമായിരിക്കും വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഡൂക്കിന് എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഡൂക്ക് വിചാരിച്ചത് ഡൂക്കിന് വേണ്ടി ഞാൻ എന്തോ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഞാനിത് റോസയ്ക്ക് നല്ല മുള്ളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ കവറെടുത്ത് വെളിയിൽ വെച്ചിരുന്നു. ഇവൻ എന്ത് ചെയ്തു, മമ്മിയാണെങ്കിൽ ചോറ് കൊടുക്കാൻ വേണ്ടി ഡൂക്കിൻ്റെ കൂട് തുറന്നപ്പോഴത്തേക്കിനും ഇവന് വേണ്ടിയുള്ള എന്തോ സാധനം ഞാൻ മേടിച്ച് ഒളിപ്പിച്ച് വെച്ചേക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ കവറും എടുത്തോണ്ട് ഒറ്റ ഓട്ടം അങ്ങ് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഇവൻ കവറ് കൊണ്ട് ഇവൻ ഈ കവർ തരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവന് ഇതിൻ്റെ അകത്തിൽ കമ്പെടുത്തോണ്ട് കൂടി. ഞാൻ വിചാരിച്ചു, ഈ റോസ ഞാൻ എന്ത് കഷ്ടപ്പെട്ട് കമ്പ് ചോദിച്ചിട്ട് കിട്ടിയ റോസയാ, അത് ഇവനാണെങ്കിൽ കടിച്ച് പറിച്ച് നശിപ്പിച്ചല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഡൂക്കിൻ്റെ നിന്ന് കവറൊക്കെ വാങ്ങി കമ്പൊക്കെ പിടിച്ച് ഒരു സ്ഥലത്ത് പോയി നട്ടു വെച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല അത് പെട്ടെന്ന് കിളിക്കുമെന്നൊന്നും, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും പെട്ടെന്ന് അത് കിളിക്കുകയും പൂവുകയും ചെയ്തു.